ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇത്. പർപ്പസ്ലി ഞാനിങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്, കാരണം ഇത് നിങ്ങൾക്കെല്ലാം പല വിധത്തിലും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ, കുറച്ച് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അവരിന്ന് ജയ്പൂരിലെത്തിയെന്ന് കരുതാം. സാധാരണ എല്ലാവരും ഓൺലൈനായിട്ടാണ് ഹോട്ടൽ ബുക്ക് ചെയ്യുക. നമുക്ക് സംസാരിച്ച് പഠിക്കേണ്ടത് കൊണ്ട് റിസപ്ഷനിൽ സംസാരിച്ച് എങ്ങനെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാം എന്ന് നോക്കാം, അല്ലെ? അപ്പം ഓൺലൈൻ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അധികമൊന്നും സംസാരിക്കാൻ കിട്ടില്ല. നമ്മുടെ മീൻസ് ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്റൻഷൻ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ചാനൽ, സംസാരിക്കുന്ന ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക നേരിട്ട് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മളിതിൽ ഓൺലൈൻ ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ ഓൺലൈനായി ചെയ്യുന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഉടനെ തന്നെ അവിടെ എത്തിയെന്ന് ആരും വിചാരിക്കണ്ട. കാരണം കുറച്ച് ദിവസം മുന്നേ ടിക്കറ്റ് ആയിട്ടേ ഉള്ളൂ, അപ്പം ഇന്ന് തന്നെ അവിടെ എത്തിയോ എന്നുള്ളതൊന്നും വിചാരിക്കണ്ട. ഇത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഓർഡർ മാറ്റിയൊന്ന് നോക്കാം. യാത്രയിലെ കൗതുകമൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം. കാരണം യാത്രാ കൗതുകം കുറെ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും. കാരണം 2 ദിവസത്തെ ട്രെയിൻ ജേർണി ഉണ്ട്, അതും മാറിക്കയറുന്ന ട്രെയിനൊക്കെയാണ്. അതും ബോംബെയിൽ മാറിക്കയറുമ്പോൾ ബോംബെയിലെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. അതിങ്ങനെ നീണ്ടു പോകും പല എപ്പിസോഡുകളായിട്ട്. പിന്നെ ഇത് തന്നെ കണ്ടിന്യൂസ് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഹോട്ടൽ ബുക്കിംഗ്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കിടക്കുന്നത്. എക്സിറ്റിൽ വന്ന് ഒരു സാധാരണ മനുഷ്യനോട് ഹോട്ടലിനെ പറ്റി അന്വേഷിക്കുന്നത് കേൾക്കാം ഇവിടെ. അത് അന്വേഷണം തന്നെ കുറച്ചങ്ങ് നീണ്ടു പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ചിലപ്പോൾ ഇന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു 12-13 മിനിറ്റിൽ കൂടുതലൊക്കെ ഈ തരത്തിലുള്ള വീഡിയോ ഒക്കെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം പിന്നെ അതും പ്രത്യേകിച്ച് ഇത് ഉപയോഗപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടാകില്ല. കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതെല്ലാം ആവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പോൾ എക്സിറ്റിൽ വന്നിട്ട്, ചേട്ടാ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല ഹോട്ടൽ കിട്ടുമോ? ഭായി ക്യാ യഹാ ആസ്പാസ് കോയി അച്ഛാ ഹോട്ടൽ മിൽ സക്താ ഹൈ? നമ്മൾ ഏത് നാട്ടിൽ പോയാലും പുറത്തിറങ്ങുമ്പോൾ ഒരാളെ കണ്ടിട്ട് നമ്മളെ സംസാരിക്കാൻ തുടങ്ങും, അല്ലെ? ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കിട്ടുമോ ഭായി എന്നാണ്. ചേട്ടാ ക്യാ യഹാ ആസ്പാസ് കോയി അച്ഛാ ഹോട്ടൽ മിൽ സക്താ ഹൈ? ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്ത്, കോയി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അച്ഛാ ഹോട്ടൽ, നല്ല ഹോട്ടൽ, മിൽ സക്താ ഹൈ കിട്ടാൻ സാധ്യത ഉണ്ടോ? ഏതെങ്കിലും ഒരു നല്ല ഹോട്ടൽ കിട്ടാൻ സാധ്യത ഉണ്ടോ ചുറ്റുവട്ടത്ത്? അതെ സർ, ഇവിടെ അടുത്ത് തന്നെ കുറേ അധികം നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്. അതെ സർ, ജി സർ. അതെ സർ എന്ന് പറഞ്ഞാൽ ജി സർ എന്ന് പറയാം, ഹാ സർ എന്ന് പറയാം, ഹാജി സർ എന്ന് പറയാം. ഓക്കെ, അതെ സർ, ഇവിടെ അടുത്ത്, യഹാ ആസ്പാസ്, ഇവിടെ ആസ്പാസ്, ഇവിടെ അടുത്ത്, കൈ അച്ചേ ഹോട്ടൽ. കൈ എന്ന് പറഞ്ഞാൽ പല പല നല്ല നല്ല ഹോട്ടലുകളുണ്ട്. കൈയിന്റെ അർത്ഥം പല എന്നാണ് കേട്ടോ, പലതരം. ആസ്പാസ് കൈ അച്ചേ ഹോട്ടല്, ചുറ്റുവട്ടില് കുറെ നല്ല ഹോട്ടലുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ നമുക്കൊരു ആശങ്കയായിരിക്കും. പുതിയ സിറ്റിയിലൊക്കെ പോകുമ്പോൾ കാണുന്നവരോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട. അപ്പോൾ ഒരു ഹോട്ടലൊക്കെ അടുത്തുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. യാത്ര ചെയ്തിട്ടൊക്കെ വരുമല്ലേ നമ്മള്. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? യഹാസെ കിത്തനാ ദൂർ ഹെ, യഹാസെ കിത്തനാ ദൂർ ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്. ഇതൊക്കെ സിമ്പിൾ സെന്റൻസ് ആണ്. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കാണാൻ എൻ്റെ വീഡിയോയിൽ കൂടെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്നവരാണെങ്കിൽ. പിന്നെ ഇതൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിച്ച് ബൈ ഹാർട്ട് ആക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ ഇപ്പം ട്രിപ്പൊക്കെ കൂടുതൽ പോവുക. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ഒക്കെ കറങ്ങാൻ നല്ലൊരു സ്ഥലങ്ങളാണ്, കുറേ ഏരിയ ഉണ്ട് നമുക്ക് കറങ്ങാൻ. ഇപ്പൊ ഇവര് പോകുന്നത് ജയ്പൂറും ഒരു വണ്ടർഫുൾ പ്ലേസ് ആണ്. പോയാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല. അപ്പൊ എല്ലാവരും മീൻസ് സമയം കിട്ടുമ്പോഴൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഒത്തുചേരും. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആശീർവാദ് ഹോട്ടലുണ്ട്. അപ്പൊ അഭയ എന്ന് പറയാ, ആ ചെറുക്കനുണ്ടല്ലോ, അവൻ പറയാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ, തൊട്ടടുത്തിന് എന്താ പറയാ, ബഗൽമേ, ടീക്ക് ബഗൽമേ എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടടുത്ത്, ഏറ്റവും അടുത്ത് തന്നെ ആശീർവാദ് ഹോട്ടൽ. ആശീർവാദ് എന്ന് പേരുള്ള ഒരു ഹോട്ടലുണ്ട്. ഇസ്കെ എന്ന് പറഞ്ഞാൽ ആ എക്സിറ്റിന്റെ അടുത്ത് തന്നെ, റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ. ടീക്ക് ബഗൽമേ തൊട്ടടുത്ത് ആശീർവാദ് ഹോട്ടലുണ്ട്. അപ്പൊ അവർ ചോദിച്ചില്ലേ തൊട്ടടുത്ത് ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോന്ന്. അപ്പൊ ഉണ്ട്, ആശീർവാദ് ഹോട്ടലുണ്ട്. ടീക്ക് ബഗൽമേ, ഇതൊരു പുതിയ വേർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പഠിക്കാം. വെറും ഒരു 3 മിനിറ്റ് നടക്കേണ്ടി വരും. വെറും എന്ന് പറഞ്ഞാൽ ബസ് 3 മിനിറ്റ് പൈതൽ ദൂരി ഹെ. സിർഫ് എന്ന് ഉപയോഗിക്കുക അവിടെ കേട്ടോ. സിർഫ് 3 മിനിറ്റ് പൈതൽ ദൂരി ഹെ അങ്ങനെ പറയാം.
ബസ് എന്നാലും അവിടെ ഉതകുന്നൊരു വേർഡാണത് ബസ്. അത്രയേ ഉള്ളൂ, 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. പൈതൽ ദൂരി എന്ന് പറഞ്ഞാൽ, പൈതൽ എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ദൂരത്തിനാണ് നമ്മൾ പൈതൽ ദൂരി എന്ന് പറയുന്നത് കേട്ടോ. വേറൊരു പൈതലുണ്ട് മലയാളത്തിൽ, അതിന് ദാ വ്യത്യാസം ഉണ്ടാവും, താ ആയിരിക്കും. പൈതൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ പൈതൽ എന്ന് പറയും. ഇവിടെ പൈതൽ എന്ന് ഉദ്ദേശിക്കുന്നത് നടന്നു പോകുന്ന ഡിസ്റ്റൻസ്, നടക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ ഒരു 3 മിനിറ്റ് നടന്നാൽ നമുക്ക് ഹോട്ടൽ കിട്ടും. വരൂ ഞാൻ കൊണ്ടുവിടാം, ആവോ മേ ചോട് ദൂങ്ക. ആ ഓ എന്ന് പറഞ്ഞാൽ വരൂ, മേ ചോട് ദൂങ്ക ഞാൻ കൊണ്ടുവിടാം. ഈ പുറനാട്ടിലോ അല്ലെങ്കിൽ ഏത് ടൂറിസ്റ്റ് പ്ലേസിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർ വന്നിട്ട് നമ്മളെങ്ങ് പൊതിയും. ഇതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാവും, ടാക്സി ഡ്രൈവർമാരുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ടൂർ ഗൈഡ് ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ ഹോട്ടലുകാരുമായിട്ട് ടൈപ്പ് ആയിരിക്കും കേട്ടോ. നമ്മളെ കൊണ്ടുപോയി അവിടെ എത്തിച്ചാൽ അവർക്ക് ഒരു കമ്മീഷനൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ആവുമേ ചോട് നോക്കുക, നല്ല നല്ല ഹോട്ടലിൽ ഇവർ കൊണ്ടുവച്ചാക്കും നമ്മളെ. വാടക എത്രയാവും, കിരായ കിത്തന ഹോക. വാടക എന്തിന്റെ വാടകയാ ചോദിക്കുന്നത്? ഹോട്ടലിന്റെ വാടക കേട്ടോ. ഹോട്ടലിന് എത്ര വാടകയാവും, എത്ര കിരായ ഉണ്ടാവുന്നു. കിരായ എന്ന് പറഞ്ഞാൽ വാടക, കിരായ കിത്തന ഹോക, എത്ര വാടക ഉണ്ടാവും. അപ്പൊ ഹോട്ടലിനെ പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ പുറംനാട്ടിലല്ലേ, അവിടുത്തെ സിസ്റ്റം ഒന്നും നമുക്കറിയില്ല, ഏത് റേറ്റിലാണ് തുടങ്ങുക. പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, തിങ്സ് ഒക്കെ വില കൂടുതലുണ്ടാവും. അപ്പം ചോദിക്കുകയാണ് എത്രയൊക്കെ ആവും, ഏതാണ്ട് എത്രയൊക്കെ ആവും എന്നാണ് ചോദിക്കുന്നത്. എക്സാക്ട് ഇതൊന്നും പിന്നെ അറിയണ്ടാവില്ല. വില നിങ്ങളുടെ റൂമിനനുസരിച്ചാണ് സർ. വില എന്ന് പറഞ്ഞാൽ കീമത്ത് ആപ്കെ കമരെ പർ നിർഭർ കർത്തി ഹെ സർ. ആപ്കെ കമരെ പർ താങ്കൾ എടുക്കാൻ പോകുന്ന റൂം ഏതാണോ അതിനെ അനുസരിച്ചിരിക്കും. അതിനെ അനുസരിച്ചിരിക്കുന്ന നിർഭർ കർത്തി ഹെ, അതിനെ അനുമാനത്തിലായിരിക്കും, മീൻസ് അതിനെന്താ പറയാ, അതിനെ അനുസരിച്ചിരിക്കും. നിങ്ങൾ ഏത് റൂം എടുക്കുന്നോ അതിനനുസരിച്ച് വില നിശ്ചയിക്കാം. 1000 തൊട്ട് 5000 വരെ വിലയുള്ള റൂമുണ്ട്. എന്നാൽ എന്താ, 1000 से लेकर 5000 तक के कमरे है. 1000 തൊട്ട് 5000 വരെ. 1000-ന് പറയാ 1000. 1000 എന്ന് പറഞ്ഞാൽ 1000 എടുത്ത് പറഞ്ഞില്ലെങ്കിലും 1000 എന്ന് പറഞ്ഞാൽ 1000 തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൊട്ട് 5000 5000, 5000 എന്ന് പറഞ്ഞാൽ 5000 വിലയുള്ള റൂമുണ്ട്. അപ്പോ യഹാ 1000 से लेकर 5000 तक കെ കമറേ ഹെ എന്ന് പറഞ്ഞാൽ 1000 തൊട്ട് 5000 വരെയുള്ള റൂമുണ്ട്. വേറെയും കുറേയുണ്ട്, മംഗള, ആനന്ദ്, തിന്മയ എക്സെട്ര. വേറെയും എന്ന് പറയുന്ന ഹോട്ടൽ വേറെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ആശീർവാദ് ഹോട്ടൽ അല്ലാതെ വേറെയും കുറെ ഹോട്ടൽ ഉണ്ട്. അതിന്റെ പേരാണ് മംഗള, ആനന്ദ്, തിന്മയ, ഇങ്ങനെയൊക്കെ പേരുള്ള കുറെ ഹോട്ടൽസ് ഉണ്ട്. ഓർ ബി ബഹുത് സാരെ ഹെ, ഓർ ബി പിന്നെയും, ബഹുത് സാരെ ഹെ വളരെയധികം ഉണ്ട്, മീൻസ് ഇതിനേക്കാളും കൂടുതലുണ്ട് ഹോട്ടല്. അതിന്റെ പേരാണ് ആനന്ദ്, മംഗള, തിന്മയ ഇത്യാദി. ഇത്യാദി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സെട്ര എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നവ, മുതലായവ, ഇതിനൊക്കെ ഇത്യാദി പറയാം, മുതലായവ. അതിന്റെ കുറച്ചെണ്ണത്തിന്റെ പേരാകും പറഞ്ഞാൽ ആനന്ദ്, മംഗള, തിന്മയ, ഇതുപോലുള്ള കുറെ എണ്ണം ഉണ്ട്. ഞങ്ങളെ ആശീർവാദിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഇതിൽ സീനിയർ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും പറഞ്ഞിരിക്കുന്നവരല്ലേ, ഡിസിഷൻ മേക്കർ. ഹമേ ആശീർവാദ് ലേ ജാവോ. ആശീർവാദ് എന്ന് പറഞ്ഞാൽ ആശീർവാദ് ഹോട്ടലിലേക്ക്. ഓക്കെ, ഹോട്ടലാണ് അവിടെ ഉദ്ദേശിക്കുക. ഹമേ ആശീർവാദ് ലേ ജാവോ, ഞങ്ങളെ ആശീർവാദ് ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ഇനി ബാർഗൻ ചെയ്യാനും ഇനിയിപ്പം മീൻസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാനൊന്നും ഉള്ള ഇതുണ്ടാവില്ലല്ലോ, ക്ഷീണിച്ചു വന്നല്ലേ. അപ്പൊ ആശീർവാദിലേക്ക് കൊണ്ടുപോകാൻ പറയാം, തൊട്ടടുത്താണല്ലോ. ശരി സാർ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ലഗേജ് ഉണ്ടല്ലോ, ഞാൻ ടാക്സി എടുത്തിട്ട് വരാം. ബസ് പൈദൽ ദൂരി ഹി ഹേ സർ, സാമാൻ ഹേ നാ മേ ടാക്സി ലേക്കർ ആത്താ ഹൂ. ശരി സർ. ശരി സർ എന്ന് പറഞ്ഞാൽ ടീക്ക് സർ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, നിങ്ങൾ നടന്നു പോകാം, 2-3 മിനിറ്റ് നടന്നാൽ അവിടെ എത്തും. ലഗേജ് ഉണ്ടല്ലോ, ലഗേജ് ഉള്ളത് കൊണ്ട് ടാക്സി എടുത്തിട്ട് വരാന്നാ പറയുന്നത്. ബസ് പൈദൽ ദൂരി ഹി ഹെ. പൈദൽ ദൂരി എന്ന് പറഞ്ഞാൽ കാലുനട നടക്കാൻ മാത്രമുള്ള ദൂരം. ഹി ഹെ എംഫസൈസ് ചെയ്യുക, അത്ര ദൂരം മാത്രമേ ഉള്ളൂ. സാമാൻ ഹേന, സാമാൻ ഉണ്ടല്ലോ, മേ ടാക്സി ലേക്കർ ആത്താ ഹൂ, ഞാൻ ടാക്സിയും കൊണ്ടുവരാം. സാമാൻ എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടാവില്ലേ. നിങ്ങൾ ഇരുന്നോളൂ, ആപ്പ് ലോഗ് ബൈറ്റിയെ. അത് ഇവിടെ ആപ്പ് ലോഗ് എന്ന് പറയുന്നത് ഈ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, ഒരു 5-6 പേരില്ലേ, ആ 5-6 പേര് ഒരുമിച്ച് പറയുമ്പോഴാണ് ആപ്പ് ലോഗ് എന്ന്. അല്ലാതെ ഒരാളോട് മാത്രമാണ് മുതിർന്ന ആളാണെങ്കിൽ നമ്മൾ പറയാ ആപ്പ് ബൈറ്റിയെ. ഇവിടെ ആപ്പ് ലോഗ് ബൈറ്റിയെ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ ആളുണ്ട്, അതുകൊണ്ടാണ് ആപ്പ് ലോഗ് ബൈറ്റിയെ. നിങ്ങൾ എല്ലാവരും ഇരുന്നാലും എന്ന് പറഞ്ഞാല് ടാക്സി കൊണ്ടുവന്നിട്ടുണ്ട്, ടാക്സിക്കകത്തേക്ക് നിങ്ങൾ ഇരുന്നോളൂ. ഇയാള് ഇനി സാധനമൊക്കെ എടുത്ത് വെക്കേണ്ടി വരില്ലേ ഡിക്കിയില്. സാധനങ്ങൾ ഞാൻ ഡിക്കിയിൽ വെക്കാം. സാമാൻ മേ ഡിക്കി മേ രഖൂങ്ക. സാമാൻ മേ ഡിക്കി മേ രഖൂങ്ക എന്ന് പറയുന്നത് എന്താ, സാധനങ്ങൾ ഞാൻ ഡിക്കിയിൽ വെക്കാം. സാമാൻ മേ ഡിക്കി മേ രഖൂങ്ക, സാധനങ്ങൾ ഞാൻ ഡിക്കിയിൽ വെക്കാം. നിങ്ങളെല്ലാം കയറിയിരുന്നു. അവര് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുമല്ലേ,
പിന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു ഡ്രൈവറൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നില്ല. നമ്മൾ ടയേർഡായിട്ട് വരുമ്പോൾ നമ്മളെ ലഗേജ് എടുത്തവർ തന്നെ ഡിക്കിയിലേക്ക് വെക്കുന്നു. നോർത്തിലെ ഡ്രൈവർമാരൊക്കെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാട്ടോ. ഹോട്ടലിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ സമയം ഒരുപാടായി. ഇത് അവര് പറയുന്നില്ല, ഇത് നമ്മൾ പറയുന്ന കേട്ടോ. നമ്മളിപ്പോ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്ന കാണാനാ പോയത്, കേൾക്കാനാ പോയത്. പക്ഷെ അവിടെ എത്തിയില്ല. നമ്മൾ എക്സിറ്റ് ഹോട്ടലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒരു 10-11 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇതിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് ഇട്ട് തരും അല്ലേ. അത്രയും ബോറടിപ്പിക്കണ്ടല്ലോ. ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അതുകൊണ്ട് ബാക്കി നാളെ ആവാം. ഇസ്ലിയെ ബാക്കി ബാത്ത് കൽ ഹോങ്കെ. ഈ ഇവിടെ ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യം, സംസാരം എന്നൊക്കെ ഉള്ളതിനാട്ടോ. ഇസ്ലിയെ ബാക്കി ബാത്ത് കൽ ഹോങ്കെ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ചർച്ച ചെയ്യാം. കാരണം ഇനിയിപ്പോ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് എത്തണം ഹോട്ടലിലെ, എന്നിട്ട് റൂമിനെ പറ്റി ചോദിക്കണം, റൂം എടുക്കണം. ആ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് നാളെ ചെയ്യാം. കാരണം ഇന്ന് ഓൾറെഡി ഇത്രയും വൈകി, അവരും വൈകി, നമ്മളെ വീഡിയോ നീണ്ടുപോയി. അതുകൊണ്ടൊക്കെ നാളെ ചെയ്യാം. റിസപ്ഷനിസ്റ്റിനെ നാളെ കാണാം. റിസപ്ഷനിസ്റ്റ് കൽ മിലേങ്കി. നാളെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് തോന്നുകയാണ് എനിക്ക്. ഇത് ഇതങ്ങ് നീണ്ടു പോകട്ടോ. കാരണം ഇത് നല്ലൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു ട്രെൻഡാണല്ലോ ട്രിപ്പിന് പോവുക. അതും നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും നമ്മളങ്ങ് ഒരുങ്ങി പുറപ്പെടും. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് പയറ്റാൻ നല്ലതല്ലേ, കുറച്ച് പഠിച്ചിട്ട് പോയാൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമന്റിലൂടെ എന്നെ അറിയിക്കുക ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ, അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ.